ഹായ് ഹലോ വെൽക്കം ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് രാവിലെ 3 മണി തൊട്ടുള്ളൊരു സ്റ്റഡി റൊട്ടീനാണ് കാണിക്കുന്നത്. ഒരു മിനി സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കുറച്ച് നേരം റിവിഷന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ടോപ്പിക്സ് മെമ്മറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ടെക്നിക്കും ഇല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി എന്താ പറയുക, പഠിച്ചത് പിന്നെയും മറക്കാനും അത് വീണ്ടും പഠിച്ചെടുക്കാനുള്ളൊരു ടൈമൊന്നും നമുക്കില്ല. അതുകൊണ്ട് മാക്സിമം പഠിച്ചു പോകുന്ന ടോപ്പിക്സ് മറവിക്ക് വിട്ടു കൊടുക്കാതെ ബ്രെയിനിൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് വെക്കാൻ നോക്കുക. അതുകൊണ്ട് ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. സത്യം പറഞ്ഞാൽ ഇത് പറയുന്ന അത്ര എളുപ്പമല്ല ഇത് പ്രാവർത്തികമാക്കാൻ. കാരണം നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി ഓർക്കുമ്പോൾ തോന്നും ഇതെനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ ഇത് റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ഒരു 50% നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അതായത് എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് ഡെയിലി അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇത് മറ്റൊരു ടെക്നിക്കാണ്. അതായത് കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും കിടന്ന് തിയറി വായിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതാണ്. സോ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ബുക്സ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് MCQs ഓൺ ഇന്ന ടോപ്പിക് എന്നും പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് MCQs കിട്ടും. അതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ചെയ്യാതെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് മാത്രം ചെയ്യുക. ഇപ്പോൾ ഒരു 12-20 വരെയൊക്കെ ഞാൻ പഠിച്ചു. ഇതിനിടയിൽ കുറേ ബ്രേക്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ കിടന്നുറങ്ങി. എത്രയും രാവിലെ എണീറ്റത് കാരണം കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ടൊക്കെയാണ് കേട്ടോ പഠിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പഠിത്തമല്ല. ആൻഡ് ഫൈനലി ഒരു 2:15 വരെയൊക്കെ ഞാൻ പഠിച്ചു. അപ്പോഴത്തേക്ക് ഒരു 5.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പഠിത്തം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കിട്ടുന്ന ടൈമെല്ലാം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഹാപ്പി ലേണിംഗ്. ബൈ.